ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ചില സിനിമകളുണ്ട് തുടക്കം മുതൽ അവസാനം വരെ വല്ലാത്തൊരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് നമ്മളെ അങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തും. സംഭവം എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അതുപോലൊരു സിനിമയാണിത്. അതായത് ഒരു 6 സയന്റിസ്റ്റുകൾ ഭൂമിയിൽ നിന്നും ഭൂമിയെ പോലെ തന്നെ മറ്റൊരു ഗ്രഹം കണ്ടെത്തി അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ ഗ്രഹത്തിൽ കുറേയധികം കിണറുകളുണ്ട്. ആ കിണറിൽ നിന്നും ഒരു വല്ലാത്ത തരം സിഗ്നൽ വരുന്നുണ്ട്. എന്താണ് ആ കിണർ, എന്താണ് ആ സിഗ്നൽസ്, ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇവർ 6 പേരും ആ ഗ്രഹത്തിൽ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തുടക്കം മുതലേ ഒരു വല്ലാത്ത സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോവുക. അപ്പൊ എന്തായാലും ഈ ഒരു കഥയിലേക്ക് പോകാം, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ അരണ്ട വെളിച്ചത്തിൽ ബോധമില്ലാതെ നിലത്ത് വീണ് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളുടെ പേര് റിയ എന്നാണ്. തലയുടെ ഒരു ഭാഗത്തായിട്ട് നല്ല പരിക്കേറ്റിട്ടുണ്ട്. ബോധമില്ലാതെ കിടന്ന റിയ ഇപ്പൊ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ സമയത്ത് റിയയ്ക്ക് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. അവളിപ്പോ എവിടെയാണ്, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നൊന്നും യാതൊരു ഓർമ്മയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഭൂമിയല്ല. ഭൂമിയല്ലാതെ മറ്റേതൊരു സ്ഥലമാണ്. ചിലപ്പോൾ ഒരു സ്പേസ് ഷിപ്പ് ആകാം. അത് പറയാൻ കാരണം അവൾ എഴുന്നേറ്റപാട് തന്നെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. സിസ്റ്റം ഫെയിലിയർ ആയി, അതുകൊണ്ട് തന്നെ സിസ്റ്റം റീബൂട്ട് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ വോയിസുകൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ബോധം വന്ന് എഴുന്നേറ്റ റിയ ചുറ്റും നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറിൽ കൈവെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരികയാണ്. പതിയെ പതിയെ അവൾ അതിലൂടെ നടക്കുകയാണ്. പെട്ടെന്നാണ് അവൾ ഒരു കാര്യം കാണുന്നത്. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ നെഞ്ചിൽ കത്തി വെച്ച ആര് കുത്തിയിട്ടുണ്ട്. എന്തായാലും അയാളെ അറ്റാക്ക് ചെയ്ത ആൾ മിക്കവാറും ഇവിടെ തന്നെയുണ്ടാകും. അതുകൊണ്ട് ഒരു രക്ഷയ്ക്ക് വേണ്ടി അയാളുടെ നെഞ്ചിൽ നിന്നും റിയ ആ കത്തി ഊരിയെടുക്കുകയാണ്. വീണ്ടും പതിയെ ആ കത്തിയെടുത്ത് അവൾ മുന്നോട്ടേക്ക് പോകണം. എന്നാൽ അതാ വീണ്ടും മറ്റൊരു ഡെഡ് ബോഡി കൂടെ കാണുകയാണ്. അവളാകെ പേടിച്ചു പോയി. എന്തായാലും പിന്നീട് നേരെ റിയ പോകുന്നത് അവിടുത്തെ കൺട്രോൾ റൂമിലേക്കാണ്. പിന്നീട് കമ്പ്യൂട്ടർ വോയിസ് പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു സിസ്റ്റം അവൾ റീസ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ്. അതോടുകൂടിയിട്ട് പൂർണ്ണമായിട്ടും ഇരുട്ടായിരുന്ന ആ സ്ഥലത്ത് വെളിച്ചം വരാൻ തുടങ്ങുകയാണ്. മാത്രമല്ല ഓക്സിജൻ അത് വളരെ കുറവായിരുന്നു. ഇപ്പൊ ആവശ്യത്തിന് ഓക്സിജനും ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സ്പേസ് ഷിപ്പ് ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവളുള്ളത് വല്ല സ്പേസിലേറ്റ് ആണോ? എന്തായാലും പ്രധാന വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു കാര്യം കണ്ടു. എന്തായാലും ഇത് സ്പേസ് അല്ല, ഭൂമി അല്ലാത്ത മറ്റേതോ ഒരു ഗ്രഹമാണ്. എന്നാൽ അവിടെ ഭയങ്കരമായി ഇരുട്ടാണ് കേട്ടോ. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടെ നിഴൽ പോലെ എന്തോ ഒന്ന് അവൾ കാണുന്നുണ്ട്. ഹലോ എന്ന് പറഞ്ഞ് കൈപൊക്കി വിളിക്കുന്നുണ്ടെങ്കിലും അയാളും അതുപോലെ തന്നെ കൈപൊക്കുകയാണ്. പിന്നീടാണ് അവൾക്ക് മനസ്സിലായത് ചിലപ്പോ അത് അവളുടെ തോന്നലായിരിക്കാം, അല്ലെങ്കിൽ വെറും ഒരു ഷാഡോ. പ്രത്യേകിച്ച് ഒന്നും ഇപ്പോഴും അവൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് അതിലൂടെ നടക്കുന്ന സമയത്ത് വീണ്ടും അവൾ ഒരു ഡെഡ് ബോഡി ഔട്ട്സൈഡിൽ കാണുന്നുണ്ട്. മാത്രമല്ല ആകാശത്ത് വ്യത്യസ്തമായ എന്തൊക്കെയോ ചില വെളിച്ചവും കാണുന്നുണ്ട്. അത്ഭുതത്തോടു കൂടിയിട്ട് അവൾ അതങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ മുകളിലൂടെ ഒരു സ്പേസ് ഷിപ്പ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതും അവൾ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ അധികം വൈകാതെ റിയക്ക് ഒരു കാര്യം മനസ്സിലായി. അധിക നേരം ഇവിടുത്തെ ഈ ഒരു വായു ശ്വസിക്കാൻ കഴിയില്ല. വല്ലാതെ ക്ഷീണവും തളർച്ചയും തോന്നിയതുകൊണ്ട് അവൾ വേഗം തന്നെ ആ ഒരു ഷിപ്പിലേക്ക് വന്ന് വേഗം കഥ കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഓക്സിജൻ ലെവൽ ബൂസ്റ്റ് ആവുന്നുണ്ട്. ഇപ്പോഴാണ് റിയക്ക് മര്യാദക്കൊന്ന് ശ്വസിക്കാൻ കഴിയുന്നത്. ഇതേ നേരം തന്നെ കുറച്ചു മുന്നേ നടന്ന ചില കാര്യങ്ങൾ മാത്രം റിയക്ക് ഓർമ്മ വരികയാണ്. കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ നിന്നും 6 പേരടങ്ങുന്ന ഒരു ടീം ഒരു വലിയ യാത്രയ്ക്കായിട്ട് പുറപ്പെട്ടു. എന്തിനാണെന്നല്ലേ? പുതിയൊരു പ്ലാനറ്റ് കണ്ടുപിടിക്കാൻ. ഏകദേശം ഭൂമിയെ പോലെ തന്നെയുള്ള ആ പുതിയ പ്ലാനറ്റ് തേടിയാണ് ഇവർ 6 പേരും ഇറങ്ങിയിരിക്കുന്നത്. ഇതിനു മുന്നേ ഏകദേശം 5-6 ടീം ഈ പ്ലാനറ്റിനെ തേടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അവരാരും തിരിച്ചു വന്നിട്ടില്ല. ഇവർ 7ാമത്തെ ടീമാണ്. എന്തായാലും ഈ അവസാനത്തെ ടീമിലെ ഒരംഗമാണ് റിയ. അതുപോലെ തന്നെ അവളുടെ ടീമിലുണ്ടായിരുന്ന ഓരോ ആൾക്കാരെയും കാണിക്കുന്നുണ്ട്. ഒന്ന് കെവിൻ, ഇവരുടെ ഒരു മിഷനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവർ പോകാൻ പോകുന്ന ആ ഒരു പുതിയ പ്ലാനറ്റ് ഏകദേശം നമ്മുടെ ഭൂമി പോലെ തന്നെയാണ്. മാത്രമല്ല റിയ ഈ കെവിൻ രണ്ടുപേരും പ്രണയത്തിലാണ്. അതുപോലെ ഇവർക്ക് കഴിക്കാനായിട്ട് നല്ല ബീൻ ചൂടാക്കി അതൊരു സോസിൽ മുക്കിയെടുത്ത് ഒരാൾ കൊണ്ടുവരുന്നുണ്ട്. ഇവന്റെ പേര് ഷോൺ എന്നാണ്. അതുപോലെ തന്നെ ഇവരുടെ ക്യാപ്റ്റന്റെ പേര് എയ്ഡൻ എന്നാണ്. അതുപോലെ തന്നെ ഇവരുടെ ടീമിൽ വേറെ ഒരു ലേഡി കൂടിയുണ്ട്. അവളുടെ പേര് കാത്രീൻ ക്ലാർക്ക് എന്നാണ്. നമ്മുടെ കാത്രീൻ ക്ലാർക്കും അതുപോലെ റിയയും തമ്മിൽ അത്രക്ക് അങ്ങോട്ട് നല്ല യോജിപ്പിലല്ല കേട്ടോ. രണ്ടുപേരും ഓരോ കാര്യം പറഞ്ഞ് ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ടീമിലെ 6ാമത്തെ ആള് ഇപ്പൊ ഈ ഒരു പ്ലാനറ്റിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവൻ ഇപ്പോഴും സ്പേസിലെ ആ ഒരു സ്പേസ് ഷിപ്പിൽ തന്നെയാണ്. ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും കാര്യങ്ങളും എന്തൊക്കെയാണോ വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് അവൻ താഴേക്ക് എത്തിച്ചു കൊടുക്കും. അവന്റെ പേര് ബ്രിയാൻ എന്നാണ്. അപ്പൊ ആ ടീമിലെ 6 പേരെയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യം മാത്രമേ നമ്മുടെ റിയയ്ക്ക് ഓർമ്മയുള്ളൂ. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു പ്രസന്റിലേക്ക് വരികയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് ആ ഒരു സ്റ്റേഷനിലൂടെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സ്പേസ് ഷിപ്പ് അല്ല, ഈ പ്ലാനറ്റിൽ ഇവരുണ്ടാക്കിയ ഇവരുടെ ഒരു സ്റ്റേഷൻ മാത്രമാണ്. അപ്പൊ ആ ഒരു സ്റ്റേഷനിലൂടെ ഒന്നും
മനസ്സിലാവാതെ നമ്മുടെ റിയ അങ്ങനെ നടക്കുക. ശാരീരികമായിട്ട് നല്ല വേദനയുണ്ട്, അതുപോലെ നന്നായിട്ട് പനിക്കുന്നുണ്ട്. ഇതേ സമയത്താണ് അവിടെ ഒരു ബോക്സ് കാണുന്നത്. അത് ചെറിയൊരു മെഡിക്കൽ ബോക്സ് ആയിരുന്നു. അതിന്റെ ഉള്ളിൽ ഒരു സ്റ്റിക്കറും ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കണം എന്ന് പുറത്ത് എഴുതിയിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ടുള്ള എന്തോ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അതിൽ എഴുതിയതുപോലെ തന്നെ ആ ഒരു സ്റ്റിക്കർ എടുത്ത് ഇപ്പൊ റിയ അവളുടെ കഴുത്തിൽ ഒട്ടിക്കുകയാണ്. അത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവൾക്കൊരു ഉന്മേഷം വരുന്നുണ്ട്. അസുഖമെല്ലാം ചെറുതായിട്ട് കുറഞ്ഞതുപോലെ തോന്നുകയാണ്. എന്തായാലും ആ ഒരു എനർജി കിട്ടിയ സമയത്ത് റിയ നേരെ കുളിക്കാൻ പോവാണ്. കാരണം അവളുടെ ദേഹത്ത് ആകെ അഴുക്കായിരുന്നു. കുളിക്കുന്ന സമയത്ത് ദേഹത്ത് നിന്ന് ഒരുപാട് രക്തം ഒഴുകി പോവാണ്. അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ മുറിവുകളും കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും കുളിയെല്ലാം കഴിഞ്ഞു. അവൾ പുറത്തേക്ക് ഇറങ്ങി ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്തു. ഈ സമയത്താണ് ഈ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ആരൊരാൾ വരുന്നതായിട്ട് റിയക്ക് തോന്നിയത്. അവള് വേഗം തന്നെ കത്തിയെടുക്കുകയാണ്. എന്നിട്ട് ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ആള് വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അയാളെ റിയ അറ്റാക്ക് ചെയ്തു. സ്പേസ് സൂട്ടും ഹെൽമെറ്റും എല്ലാം ധരിച്ച ഒരാളായിരുന്നു. എന്തായാലും റിയയുടെ അറ്റാക്കിൽ അയാൾ താഴെ വീണ് പോകുന്നുണ്ട്. മാത്രമല്ല അവന്റെ ഹെൽമെറ്റ് റിയ ഇടിച്ച് പൊളിക്കാൻ നോക്കുമ്പോൾ അവൻ പറയാണ്, റിയ ഇത് ഞാനാണ്, ഒന്നും ചെയ്യല്ലേ എന്ന് പറയാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ റിയ അറ്റാക്ക് ചെയ്യുന്ന നിർത്തുകയാണ്. നോക്കുമ്പോൾ എവിടെയോ കണ്ടു മറന്ന ഒരു മുഖം പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അയാൾ പറയുന്നുണ്ട്, റിയ നിനക്ക് എന്നെ ഓർമ്മയില്ലേ? നീ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യുന്നത്? ഇവിടെ എന്താ സംഭവിച്ചത്? എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബ്രിയാനാണ്, ബ്രിയാൻ. പെട്ടെന്ന് തന്നെ റിയ ആ പഴയ ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ട്. ബ്രിയാൻ. ഇവർ 6 പേരില് 5 പേര് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾ ആ ഒരു സ്പേസ് ഷിപ്പിൽ തന്നെയായിരുന്നു. ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മുകളിൽ ആ ഒരു സ്പേസ് ഷിപ്പിൽ ഇരുന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവനാണ് ബ്രിയാൻ. അപ്പോ ഇവനെ എനിക്കറിയാലോ. ചെറുതായിട്ട് ബ്രിയാനെ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അവനിപ്പോ റിയ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഇപ്പൊ ബ്രിയാൻ ചോദിക്കുന്നുണ്ട്, റിയ ഇവിടെ എന്താ സംഭവിച്ചത്? നീ എന്തിനാണ് എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? എന്താണ് കാര്യം? നീ പറയാന്ന് പറയാണ്. ഇപ്പൊ റിയ പറയണ, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല. പെട്ടെന്ന് അവളുടെ മൈൻഡിലൂടെ ചില കാര്യങ്ങൾ അങ്ങനെ മിന്നി മറഞ്ഞു പോവുകയാണ്. അതായത് ഇവരുടെ ടീമിലുണ്ടായിരുന്ന കാതറിൻ ക്ലാർക്ക് ഉണ്ടല്ലോ, ഭ്രാന്ത് പിടിച്ചതുപോലെ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഒരു കാര്യം റിയക്ക് അങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ റിയ പറയാണ്, കാതറിൻ അവളാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. എന്റെ ചെറിയ ഓർമ്മയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നീട് ബ്രിയാനെയും കൂട്ടി നേരെ ആ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടെ 1-2 ബോഡീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ റിയയുടെ നെറ്റിയിലായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുറിയുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ. അപ്പൊ അതിന് മുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന ഡെഡ് ബോഡി എല്ലാം ഒരു പ്ലാസ്റ്റിക്കിൽ ഇവർ പൊതിഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് റിയയും കൂട്ടിയിട്ട് ബ്രിയാൻ നേരെ ആ ഒരു മെഡിക്കൽ മെഷീൻ ഉണ്ട് അതിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതായത് ആ ഒരു മെഷീനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ സ്കാൻ ചെയ്ത് അതിന്റെ റോബോട്ടിക് ആം ഉപയോഗിച്ച് അത് തന്നെ വേണമെങ്കിൽ ചെറിയ ചെറിയ സർജറി ഒക്കെ ചെയ്യും. അങ്ങനെ റിയ ആ ഒരു വലിയ മെഡിക്കൽ ബോക്സിലേക്ക് കെടുത്തുകയാണ് കേട്ടോ. പിന്നീട് ആ മെഷീൻ തന്നെ അവളുടെ ബോഡി നന്നായിട്ട് സ്കാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളുടെ ആ തലയിലെ ചെറിയ മുറിയിലെല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ഇടുകയാണ്. അങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു. പിന്നീട് സ്കാനിങ് റിപ്പോർട്ട് വന്നു. അതായത് റിയയുടെ തലക്ക് എന്തോ ചെറിയ അടി ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉൾഭാഗത്ത് ചെറിയൊരു ചതവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര മറവി. കുറച്ചു നേരം റെസ്റ്റ് ചെയ്താൽ അവൾക്കെല്ലാം ഓർമ്മ വരും. അങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞപ്പോൾ റിയയോട് ഇപ്പൊ ബ്രിയൻ ചോദിക്കാണ്ട്, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ എവിടുന്നാ വന്നത്? എന്തിനാ വന്നത്? ഇപ്പൊ റിയ പറയാണ്, എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ കുറച്ചു നേരം പോയിട്ട് ഒന്ന് കിടക്കട്ടെ എന്ന്. അങ്ങനെ അവൾ പോയിട്ട് കിടന്നുറങ്ങാണ്. എന്നാൽ കിടന്നിട്ട് മര്യാദ ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അവൾ അടച്ചിട്ട വാതിൽ ആരോ തുറക്കുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും പോയി അത് അടയ്ക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ മുഖം നിറയെ രക്തമായി വികൃതമായ മുഖമുള്ള ഒരാൾ വന്നിട്ട് അവളെ നോക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ചാടി എഴുന്നേൽക്കുകയാണ്. അവൾ കണ്ട ഒരു സ്വപ്നമായിരുന്നു അത്. എന്തായാലും മര്യാദ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നീട് റിയ അതുപോലെ തന്നെ ബ്രിയാൻ രണ്ടുപേരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ഡെഡ് ബോഡി എല്ലാം ഈ സ്റ്റേഷന്റെ പുറത്തേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. ഇതേ നേരം തന്നെ ആകാശത്തേക്ക് നോക്കിയിട്ട് ബ്രിയാൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിപ്പിലേക്ക് തിരിച്ചു പോകണം. ഇനി ഏകദേശം ഒരു 12 മണിക്കൂർ നമ്മൾ കാത്തിരിക്കണം. എന്നാലേ നമ്മുടെ ഷിപ്പിലേക്ക് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ആ ഒരു ബോഡി എല്ലാം പുറത്ത് വെച്ച് ബ്രിയാൻ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. റിയ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ അതിലെ ഒരു ബോഡി അവളെ നോക്കി ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. വല്ലാതെ അവൾ പേടിച്ചു പോയി. വേഗം തന്നെ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകണം. അപ്പൊ അവളുടെ ആ ഒരു വിളറിയ മുഖം എല്ലാം കണ്ടിട്ട് ബ്രിയാൻ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയതെന്ന്. ഇപ്പൊ റിയ പറയണ, നീ ഒന്നും മിണ്ടാതിരിക്കോ? കുറെ നേരമായി എന്റെ പിറകാലം നടന്ന് ഓരോന്ന് ചോദിക്കുന്നു. പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് വെറുതെ വിടുന്ന് പറയാണ്. അതായത് അവൾക്ക് ആകെ ഒരു തലവേദനയാണ്. എന്തൊക്കെയോ വരുന്നത് പോലെ തോന്നുന്നുണ്ട്. മാത്രമല്ല നിലത്ത് കിടക്കുന്ന ഒരു കത്രിക കണ്ട സമയത്ത് പെട്ടെന്നൊരു കാര്യം അവൾക്ക് ഓർമ്മ വരികയാണ്. ഇതേപോലത്തെ ഒരു കത്രിക ഉപയോഗിച്ച് ഒരു തന്റെ നെഞ്ചിലേക്ക് അവൾ പലതവണ കുത്തുന്നത് പോലെ അവൾക്ക് ഓർമ്മ വരികയാണ്. എല്ലാം കൂടിയായിട്ട് അവൾക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ച് കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ആ ഒരു പ്ലാനറ്റിൽ നന്നായിട്ട് കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്ലാനറ്റിൽ എപ്പോഴും ഒരു ഇരുണ്ട കാലാവസ്ഥയാണ്. മാത്രമല്ല ഇപ്പൊ നന്നായിട്ട് കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. വെറും കാറ്റല്ല, അതൊരു പൊടിക്കാറ്റാണ്. കാറ്റിന്റെ വേഗത കൂടുമ്പോൾ ഇപ്പൊ സ്റ്റേഷന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കും ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ അവർ ആ ഒരു പുറത്തെ കാറ്റിനെ നിരീക്ഷിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റിയ വന്നിട്ട് ബ്രിയാനോട് ക്ഷമ ചോദിക്കുകയാണ്. നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ സോറി കേട്ടോ. ഇപ്പൊ ബ്രിയാൻ പറയണേ, അതൊന്നും കുഴപ്പമില്ല, നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ബ്രിയാൻ കെവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ റിയ പറയാണ്, അവനെ കുറിച്ചുള്ള ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ എന്റെ മൈൻഡിലുണ്ട്, പക്ഷേ ഒന്നും പൂർണ്ണമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഇതേ നേരത്താണ് ഇവരുടെ ഒരു സ്റ്റേഷന്റെ ഉള്ളിലെ ഓക്സിജന്റെ ലെവൽ വല്ലാതെ കുറഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ ഉള്ളിലേക്ക് പൊടി കയറുന്നതായിട്ട് സിസ്റ്റം അലേർട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് ഇവർ മുഴുവനായിട്ടും അവിടെ നിരീക്ഷിക്കുന്നത്. നോക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു ഇരുമ്പിന്റെ പ്ലേറ്റ് ചെറുതായിട്ട് ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ അത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പൊ ആ ഒരു പണി ചെയ്യുന്നത് റിയ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഒരു ഓർമ്മ അവൾക്കുണ്ട്. അതായത് അവളുടെ സ്കില്ലും കാര്യങ്ങളൊന്നും മറന്നു പോയിട്ടില്ല. പക്ഷേ
തൊട്ടു മുന്നേ സംഭവിച്ച ആ സംഭവങ്ങളൊക്കെ മറന്നുപോയി. ആൾക്കാരെയൊന്നും ഓർമ്മയില്ല. എന്തായാലും അവൾ ആ ഒരു വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു കൈ വരുന്നത് പോലെ അവൾ കണ്ടു. പക്ഷെ അത് വെറും തോന്നലായിരുന്നു. എന്തായാലും ആ ഒരു പണിയെല്ലാം തീർത്ത് ഇപ്പൊ ഇവരുടെ സ്റ്റേഷനെ സേഫ് ആക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു അതിന്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ക്ലിയർ ആയി. ഓക്സിജന്റെ ലെവലും പഴയതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഈ സമയത്ത് വീണ്ടും റിയയോട് ബ്രിയാൻ ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വന്നോ എന്ന്. റിയ പറയാണ്, ഒന്നും ഇപ്പോഴും ഓർമ്മ വന്നിട്ടില്ല. ഓക്കെ, എന്തായാലും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ബ്രിയാൻ കുറച്ചു നേരമായല്ലോ ഇപ്പൊ ഇവിടെ എത്തിയിട്ട്. അപ്പൊ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ റിയയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ കാതറിന് എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ശരിക്കും അവൾ ഒരു പ്രാന്തിയെ പോലെ പെരുമാറാൻ തുടങ്ങിയതും ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതും. ഇതാണോ ഇവിടെ സംഭവിച്ചത്? ഇപ്പൊ റിയ പറയാണ്, എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. കാതറിനാണ് എല്ലാത്തിന്റെയും തുടക്കം. എന്തായാലും വിശദമായിട്ട് തന്നെ നമ്മൾ കാര്യം കണ്ടുപിടിക്കണം. ഇനിയും സമയമുണ്ടല്ലോ, അപ്പോൾ പതിയെ നമുക്കത് കണ്ടുപിടിക്കാന്ന് റിയ പറഞ്ഞപ്പോൾ ബ്രിയാൻ പറയാണ്, ഒരിക്കലുമില്ല, നമുക്ക് ആകെയുള്ളത് 5 മണിക്കൂർ മാത്രമാണ്. ഈ 5 മണിക്കൂറിനുള്ളിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി നമ്മൾ ഇവിടുന്ന് പോകണം. കാരണം ഓൾറെഡി ഈ ഒരു സ്റ്റേഷന്റെ പല ഭാഗത്തായിട്ട് ഡാമേജ് വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു കൊടുങ്കാറ്റും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജന്റെ ലെവൽ പരമാവധി കുറഞ്ഞോ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 5 മണിക്കൂറിനുള്ളിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നതൊക്കെ കണ്ടുപിടിച്ച് എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകണം എന്ന് പറയണം. അപ്പൊ റിയ ചോദിക്കാണ്, അപ്പൊ കാതറിനോ അവളെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണ്ടേ, അവളെയും കൂട്ടി പോകേണ്ടെന്ന് ചോദിക്കുമ്പോൾ ബ്രിയാൻ പറയാണ്, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആദ്യം എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയണം. റിയക്ക് അവൻ പറഞ്ഞ ഈ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് പോവാണ്. മാത്രമല്ല അവൾ എഴുതി വെച്ച പഴയ ചില ഡയറികൾ ഉണ്ടായിരുന്നു. അതിൽ എഴുതിയ കാര്യങ്ങളൊക്കെ വായിച്ച ചില കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ അവൾക്ക് സന്തോഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ പ്രണയിച്ച കെവിന്റെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് അവൾ സ്മെല്ല് ചെയ്യാണ്. സ്മെല്ല് ചെയ്യുന്ന സമയത്ത് കെവിന്റെ ഓർമ്മകളൊക്കെ അവൾക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ബ്രിയാൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫ്ലൂട്ട് അതങ്ങനെ വായിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു മ്യൂസിക് കേട്ട സമയത്ത് റിയ കെവിനുമായിട്ടുള്ള ആ ഒരു നല്ല ഓർമ്മകളിലേക്ക് പോവാണ്. അതായത് രണ്ടുപേരും ഇപ്പോ കുറെ ചെടികളും മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. നല്ല രസമായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രണയം കൈമാറുകയാണ്. പെട്ടെന്നാണ് ഈ കെവിൻ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നത്. അത് വലിയൊരു കിണറായിരുന്നു. ആഴം കാണാൻ കഴിയാത്ത വലിയൊരു കിണർ. മാത്രമല്ല ആ കിണറിന്റെ ചുറ്റുഭാഗത്തായിട്ട് ഒരുപാട് വയറുകളും തിളങ്ങുന്ന ചില ലൈറ്റുകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കെവിന്റെ കൂടെ റിയ അവിടെ നിൽക്കുമ്പോൾ അതിലൂടെ ഉരുണ്ട ഷേപ്പിലുള്ള ഒരു ഡ്രോൺ പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ കെവിനെ ആരോ കുത്തുന്നത് പോലെയും അവൾക്ക് കാണാൻ പറ്റി. പെട്ടെന്ന് തന്നെ ആ ഒരു സ്വപ്നത്തിൽ നിന്നും റിയ ചാടി എഴുന്നേൽക്കുകയാണ്. ഈ സമയത്താണ് റിയ ആ ഒരു ഡ്രോൺ കാണുന്നത്. അതായത് അവൾ സ്വപ്നത്തിൽ കണ്ടതുപോലെയുള്ള ആ ഒരു ഡ്രോൺ. പെട്ടെന്ന് തന്നെ അവൾ ആ ഒരു ഡ്രോൺ ഊരിയെടുക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ചില ഫുട്ടേജ് ഉണ്ടായിരുന്നു. ആ ഫുട്ടേജും കാര്യങ്ങളൊക്കെ അവളിപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അതായത് കുറച്ച് സമയം മുന്നേ റിയ അവളുടെ ടീമിലുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരും ഈ സ്റ്റേഷൻ വിട്ട് സ്പേസ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നേരിയ പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരെന്തോ ഒരു ആവശ്യത്തിനാണ് ഇപ്പൊ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെന്തിനാണ് ഇപ്പോൾ ഈ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഇവർ പുറത്തേക്ക് വന്നിരിക്കുന്നത്? അതിന് കാരണം ഈ പ്ലാനറ്റിന്റെ പല ഭാഗത്തും ഒരുപാടധികം കിണറുകളുണ്ട്. ഈ കിണറിന്റെ ഉള്ളിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ചില സിഗ്നൽസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സിഗ്നൽസ് അതെങ്ങനെയാ വരുന്നത്, അതാരാണ് അയക്കുന്നത്, ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ 4 പേരും നേരെ ആ ഒരു കിണറിന്റെ അടുത്തേക്ക് പോകുന്നത്. ആ കിണറിന്റെ ലൊക്കേഷൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തത് മുകളിലെ സ്പേസ്ഷിപ്പിലിരിക്കുന്ന ബ്രിയാനാണ്. അങ്ങനെ ഇവർ നേരെ ആ ഒരു കിണറിന്റെ അടുത്തേക്ക് എത്തി. അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നല്ല ഇരുട്ടാണ്. അതിന്റെ ചുറ്റുഭാഗത്തായിട്ട് ഒരുപാട് വയറുകളുണ്ട്. അതിന്റെ പല ഭാഗത്തായിട്ട് ലൈറ്റുകളുണ്ട്. ഇതെല്ലാം കത്തുകയാണ്. എന്നാൽ ഈ കിണറിന്റെ ആഴം അത് എത്രത്തോളം ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഷോണ് ഒരു വലിയ കല്ലെടുത്ത് ആ കിണറ്റിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അവനിങ്ങനെ 1 2 3 എന്ന് പറഞ്ഞിട്ട് എണ്ണുകയാണ്. അതായത് എപ്പോഴാണോ ആ ഒരു കല്ല് താഴേക്ക് എത്തുന്നത് ആ സമയം വെച്ച് ഇതിന്റെ ആഴം ഇവർക്ക് കണക്കാക്കാൻ പറ്റും. എന്നാൽ പെട്ടെന്നാണ് ഇവര് പോലും പ്രതീക്ഷിക്കാത്ത ആ കാര്യം സംഭവിക്കുന്നത്. താഴേക്കിട്ട ആ കല്ലുണ്ടല്ലോ, ഇട്ടതിനേക്കാൾ വളരെയധികം വേഗത്തിൽ മുകളിലേക്ക് തെറിച്ചു വരികയാണ്. അത് ഷോന്റെ ഹെൽമെറ്റിൽ വന്ന് അടിക്കുന്നുണ്ട്. ആ ഹെൽമെറ്റും തകർന്നു പോയി, അവന്റെ മുഖവും തകർന്നു പോവാണ്. അവിടെ വെച്ച് തന്നെ ഷോൺ മരിച്ചു പോകുന്നുണ്ട്. ഇത് കണ്ട ബാക്കിയുള്ള എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പൊ ഈ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ആ ഒരു ഡ്രോണിന്റെ ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ റിയക്ക് കാണാൻ പറ്റി. എന്തായാലും ആ ഒരു വീഡിയോയില് ഷോൺ മരിക്കുന്ന ആ ഒരു കാര്യം കണ്ട് റിയ കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. കാരണം ഇവരെല്ലാവരും അത്രയും നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ അവളുടെ ആ ഒരു സുഹൃത്തായിട്ടുള്ള ഷോൺ മരിക്കുന്നത് കാണുമ്പോൾ എന്തായാലും അവൾക്ക് വിഷമം ഇല്ലാതിരിക്കുമല്ലോ. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ബ്രിയാൻ വരുന്നുണ്ട്. ബ്രിയാൻ ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറ്റിയത്, എന്തിനാ കരയുന്നത്? ഇപ്പൊ റിയ പറയാണ്, നിനക്ക് ഒന്നും അറിയില്ല അല്ലേ, ആ കിണറിൽ നിന്നും സിഗ്നൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കിണറിന്റെ അടുത്തേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടത് നീയല്ലേ, എന്നിട്ടും ഷോൺ മരിച്ച കാര്യം നിനക്ക് അറിയില്ല അല്ലേ? അപ്പൊ നീ എന്നോട് മനഃപൂർവ്വം മറച്ചു വെക്കുകയാണ് ഓരോ കാര്യങ്ങൾ, നീ എന്നോട് നുണ പറയാണ്. ഇതേ സമയത്തിന് ബ്രിയാൻ പറയാണ്, അങ്ങനെയല്ല, ഈ കാര്യമൊക്കെ നിന്നോട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നീ എന്റെ കൂടെ വേഗത്തിൽ ഷിപ്പിലേക്ക് തിരിച്ചു പോകാനായിട്ട് വരില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത്. അല്ലാതെ
അതിന്റെ പിന്നിൽ എനിക്ക് ദുരൂഹമായ ലക്ഷ്യങ്ങളൊന്നുമില്ല. അല്ല റിയ, ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ബ്രിയാൻ പറഞ്ഞപ്പോൾ ഇപ്പൊ റിയ ഒരു കാര്യം അവനോട് പറയുന്നുണ്ട്. ബ്രിയാനെ, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, പക്ഷേ നീ ഷോക്ക് ആവരുത്. റിയ പറയാണ്, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നത് ഞാനാണ്. എന്തായാലും ആ കാര്യം കേൾക്കുമ്പോൾ ബ്രിയാന് ഷോക്ക് വരാതിരിക്കോ? അവൻ എന്തായാലും ഞെട്ടി. അതുപോലെ തന്നെ റിയ പറയാണ്, കെവിൻ അവനെയും കൊന്നത് ഞാനാണ്. ഇതൊക്കെ സത്യമാണെന്ന് ബ്രിയാൻ ചോദിച്ചപ്പോൾ റിയ പറയാണ്, എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെയാണ് ഇവരെല്ലാവരെയും കൊന്നത് എന്നാണ്. കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടും, എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോയാൽ പോരേന്ന് ചോദിക്കണം. എന്നാൽ ബ്രിയാൻ പറയാണ്, പറ്റില്ല, നമുക്ക് ഇവിടുന്ന് പോയേ മതിയാവുള്ളൂ, നമുക്ക് അതിന് മാത്രം സമയമില്ല. ഇപ്പൊ റിയ അവളുടെ കഴുത്തിൽ അങ്ങനെ തടവുകയാണ്. ചിലപ്പോ എന്റെ കഴുത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ മെഡിക്കൽ സ്റ്റിക്കർ ഇത് കാരണമായിരിക്കും എനിക്ക് എന്റെ ഓർമ്മ തിരിച്ചു കിട്ടാത്തത്, ഇതങ്ങോട്ട് പറിച്ചു കളഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ബ്രിയാൻ പറയണ, വേണ്ട, ആവശ്യമില്ലാത്ത പരിപാടിക്ക് നീണ്ട. നീ അല്പമെങ്കിലും ആരോഗ്യത്തോടെ മൈൻഡ് മാറാതെ നിൽക്കുന്നതിന്റെ കാരണം തന്നെ ആ ഒരു മെഡിക്കൽ സ്റ്റിക്കറാണ്, അതിപ്പോ പറിക്കാൻ നിൽക്കേണ്ടെന്ന് പറയണം. എന്നാൽ അതെങ്ങനെയെങ്കിലും പറിച്ചു കളയണം എന്ന വാശിയിലാണ് റിയ. ഈ സമയത്ത് ബ്രിയാൻ പറയാണ്, റിയ നിനക്ക് എന്താ പറ്റിയത്? നമ്മൾ ശരിക്കും എന്തിനാണ് ഭൂമിയിൽ നിന്നും ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ നിന്നും കിട്ടിയ ഒരു വ്യത്യസ്തമായ സിഗ്നൽ, അതിനെക്കുറിച്ച് പഠിക്കാനാണ്. ചില ഡാറ്റകളൊക്കെ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ശരിക്കും ഈ കിണറും അതിന്റെ ഉള്ളിലെ ആ ഒരു ടെക്നോളജി ഇതെല്ലാം ഉണ്ടാക്കിയത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഏതോ ഏലിയൻസ് ആണ്. ആ ഡാറ്റകൾ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഇതുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് തിരിച്ചു പോകണം. ഈ ഡാറ്റ നമുക്ക് ഭൂമിയിലേക്ക് എത്തിക്കണം. ഇതാണ് ശരിക്കും നമ്മുടെ മിഷന്റെ ലക്ഷ്യം. ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ നിൽക്കണ്ട, വാശി പിടിക്കാൻ നിൽക്കണ്ട എന്ന് പറയണം. ഇതിനുശേഷം ഈ ഒരു ഗ്രഹത്തിലെ ആ കിണറുകൾ കാണിക്കുകയാണ്. അതായത് ഈ കിണറുകളിലാണ് ആ ഒരു ടെക്നോളജി ഉള്ളത്. ഏലിയൻസ് മിക്കവാറും അതിന്റെ ഉള്ളിലായിരിക്കും. പലപ്പോഴും ഇതിന്റെ ഉള്ളിൽ നിന്നും ശക്തമായ ഒരു കാറ്റും കുറച്ച് സിഗ്നൽസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അതുപോലെ തന്നെ വല്ലാത്തൊരു വെളിച്ചവും കൂടെ വരും കേട്ടോ. അങ്ങനെ ഈ കിണറ്റിൽ നിന്ന് ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്ന് ആകാശത്തിലേക്ക് പോയിട്ട് അവിടെ എന്തോ ഒന്ന് രൂപപ്പെടുന്നുണ്ട്. മിക്കവാറും ആ ഒരു ഏലിയൻസ് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും അത്. എന്നാൽ അതെന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ എവിടെയോ ആ ഒരു ഏലിയൻസ് ഒളിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ മനുഷ്യരെക്കാളും ഒരുപാടധികം അഡ്വാൻസ്ഡ് ആണ്. ഇതിനുശേഷം വീണ്ടും റിയെ കാണിക്കുകയാണ്. ഇപ്പൊ റിയയുടെ അടുത്തേക്ക് വന്നിട്ട് ബ്രിയാൻ പറയാണ്, ഏകദേശം ഒരു 2.5 മണിക്കൂർ അത്രയും നമുക്ക് സമയമുള്ളൂ, അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു ഷിപ്പിലേക്ക് പോകണമെന്ന് പറയണം. അതിനായിട്ട് എന്തൊരു വഴിയുണ്ട്, അത് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ വേഗം റെഡിയാകാന്ന് റിയ പറയാണ്. അതുപോലെ തന്നെ റിയയുടെ കഴുത്തിൽ ആ ഒരു സ്റ്റിക്കർ പറിച്ചു വെച്ചത് ബ്രിയാൻ കാണാണ്. അവൻ വേഗം തന്നെ മറ്റൊന്ന് കൊണ്ടുവന്നിട്ട് അവളുടെ കഴുത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാരണം ഈ സ്റ്റിക്കർ കഴുത്തിലില്ലെങ്കിൽ ഒരു പ്രാന്തിയെ പോലെ അവൾ പെരുമാറുമോ എന്നൊരു പേടി കൊണ്ടാണ് ബ്രിയാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ആ ഒരു സ്റ്റിക്കർ കഴുത്തിൽ ഒട്ടിച്ചതോട് കൂടിയിട്ട് റിയക്ക് വീണ്ടും ഒരു ഇലൂഷൻസ് അല്ല, പഴയ ഓർമ്മകൾ അങ്ങനെ വന്നു പോവാണ്. അവളുടെ ടീമിലെ തന്നെ ഒരാൾ അവളെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ഒരു കത്രിക ഉപയോഗിച്ച് അയാൾ കുത്തുകയാണ്. എന്നാൽ വയലന്റ് ആയിട്ട് അയാൾ വീണ്ടും വരുന്ന സമയത്ത് അയാളുടെ കാലിലും അതുപോലെ തന്നെ കാലിൽ കുത്തേറ്റപ്പോൾ അയാൾ നിലത്ത് വീണപ്പോൾ അയാളുടെ നെഞ്ചിൽ പല തവണയായിട്ട് റിയ കുത്തുകയാണ്. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ അവളുടെ ആ ഒരു ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് അവൾ ചാടി എഴുന്നേൽക്കുകയാണ്. കാരണം അത്രയും അടുപ്പുള്ള സ്വന്തം സുഹൃത്തിനെ, അതായത് കെവിനെയാണോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എയ്ഡനെയാണോ ഈ കുത്തിയതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും രണ്ടിൽ ഏതോ ഒരാളെ വളരെ മൃഗീയമായിട്ട് അവൾ തന്നെയാണ് കൊന്നിരിക്കുന്നത്. എന്തായാലും എഴുന്നേറ്റപാട് തന്നെ റിയ ഉറക്കനെ ബ്രിയാനെ വിളിക്കുകയാണ്. ബ്രിയാനെ, നീ എവിടെയാണ്? ഒന്ന് വേഗം ഇങ്ങോട്ട് വരുമോ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രിയാനെ വിളിച്ചിട്ട് കേൾക്കുന്നേ ഇല്ല. ഇപ്പൊ റിയ ചെന്ന് നോക്കുമ്പോൾ ബ്രിയാൻ അല്ലാത്ത ആരോ ഒരാൾ ഇവരുടെ ഒരു സ്റ്റേഷനിലേക്ക് കയറിയിട്ടുണ്ട്. അയാളുടെ മുഖം എന്തായാലും റിയയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. സ്പേസ് സ്യൂട്ട് എല്ലാം അയാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് പേടിച്ചു പോയ റിയ വേഗം തന്നെ അവിടുന്ന് പതിയെ ഒളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന ബ്രിയാന്റെ ഡെഡ് ബോഡി കാണുന്നുണ്ട്. അപകടം മനസ്സിലായ റിയ വേഗം തന്നെ ഒരു ഗൺ എടുക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റേഷനിലേക്ക് വന്ന ആ സ്പേസ് സ്യൂട്ട് ഇട്ട ആള് റിയ കണ്ടുപിടിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന കാതറിൻ ക്ലാർക്ക് ആയിരുന്നു. റിയ ഒന്നും നോക്കിയില്ല കേട്ടോ. അവളെ കൊണ്ട് പരമാവധി പറ്റാവുന്ന രീതിയിൽ ഈ കാതറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാണ്. അതായത് ഈ ക്യാദറിന് എന്തോ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുറത്താണ് ഇപ്പൊ റിയ ക്യാദറിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അവസാനം ഒരു പൈപ്പ് എടുത്ത് അവളുടെ ആ ഒരു എന്താ പറയാ ഹെൽമെറ്റ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റുകയാണ്. അതിൽ നിന്നും ശക്തിയായി വെള്ളം വന്നിട്ട് ആ ഹെൽമെറ്റിൽ നിറഞ്ഞ് അതിൽ നിന്നും ശ്വാസം എടുക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി കാതറിൻ ക്ലാർക്ക് അവിടെ മരിച്ചു വീഴുകയാണ്. പിന്നീട് കാതറിൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവളുടെ സ്പേസ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ കോരിയെടുത്ത് അവരുടെ ആ ഒരു സ്റ്റേഷനിലെ മെഡിക്കൽ ബോക്സ് ഉണ്ടല്ലോ അതിൽ ഇപ്പൊ അവളെ കൊണ്ടേക്ക് എടുത്തുകയാണ്. അവളുടെ ശരീരം മുഴുവനായിട്ടും സ്കാൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ആ മിഷൻ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഏത് സമയത്ത് മരിച്ചു, എങ്ങനെയാണ് മരിച്ചത്, അങ്ങനെയുള്ള എല്ലാ കാര്യം. അതിൽ തന്നെ പ്രധാനമായിട്ടും ആ മിഷൻ ഒരു കാര്യം പറയുന്നുണ്ട്, കാതറിൻ ക്ലാർക്ക് ഇൻഫെക്റ്റഡ് അല്ല എന്ന്. ഇത് കേട്ട് റിയ ആകെ ഞെട്ടിപ്പോവാണ്. അതായത് ഈ കാതറിൻ ഇൻഫെക്റ്റ് ആയി എന്ന് കരുതിയിട്ടാണ് ശരിക്കും അവളെ റിയ കൊന്നുകളഞ്ഞത്. എന്നാൽ കാതറിൻ ഇൻഫെക്റ്റഡ് ആയിരുന്നില്ല. എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് കരുതിയിട്ട് റിയ വേഗം തന്നെ സ്പേസ് സ്യൂട്ട് ഇടുകയാണ്. ഇതിനുശേഷം കാതറിന്റെ ബോഡി ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞെടുത്ത് അവളെയും കൊണ്ട് നേരെ പോകുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ലിഫ്റ്റ് സിസ്റ്റത്തിലേക്കാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു നിശ്ചിത മണിക്കൂർ കഴിയുമ്പോൾ ഇവർ വന്ന ഒരു സ്പേസ് ഷിപ്പ്
ഇവർ നിൽക്കുന്നതിന്റെ മുകൾ ഭാഗത്തേക്ക് വരും. അപ്പൊ അത് എത്തുന്ന സമയത്ത് അതിലേക്ക് നേരിട്ട് കയറാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിലേക്ക് പോകാനായിട്ട് ഈ സ്പേസ് ഷിപ്പിന്റെ തന്നെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ചെറിയൊരു സംഭവം അവിടെ ഉണ്ട്. അപ്പൊ അതിൽ കയറിയിട്ട് വേണം ഈ ഷിപ്പിലേക്ക് പോകാനായിട്ട്. ഒരു ലിഫ്റ്റ് പോലത്തെ ഒരു സംഭവമാണ്. എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് റിയ ഇപ്പോ കാതറിന്റെ ബോഡി എടുത്ത് കയറിയ സമയത്ത് അതിലെന്തൊക്കെയോ ആകെ ഡാമേജ് ആയി കിടക്കുകയാണ്. അതുമായിട്ട് ഇനി മുകളിലേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ അധികം വൈകാതെ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും വേഗം തന്നെ അവൾ ആ ഒരു സ്റ്റേഷനിലേക്ക് തൽക്കാലം തിരിച്ചു പോകുന്നുണ്ട്. പോയ വാർഡ് തന്നെ അവിടെ മരിച്ചു കിടക്കുന്ന ബ്രിയാൻ ഉണ്ടല്ലോ, അവന്റെ ഡെഡ് ബോഡി എടുത്ത് ആ ഒരു മിഷനിൽ കൊണ്ടുപോയി വെച്ച് സ്കാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരുന്നുണ്ട്. അപ്പൊ അതിലും പറയുന്ന കാര്യം ഈ ബ്രിയാനും ഇൻഫെക്റ്റഡ് അല്ല എന്നാണ്. ഇതേ നേരത്താണ് ഈ സ്റ്റേഷന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം ഒരു അലേർട്ട് കൊടുക്കുന്നത്. അതായത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ജീവനുള്ള എന്തോ ഒന്ന് ഈ ഒരു സ്റ്റേഷനിലേക്ക് കയറിയിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് അലേർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ നേരത്താണ് ഇരുട്ടിൽ നിന്നും ആരും വരുന്നത് പോലെ റിയക്ക് തോന്നുന്നത്. അവള് നോക്കിയപ്പോൾ അത് മറ്റാരും ആയിരുന്നില്ല, ബ്രിയാൻ തന്നെയായിരുന്നു. ഇപ്പോഴാണ് റിയയ്ക്ക് ചതി മനസ്സിലായത്. അതായത് ബ്രിയാൻ റിയയെ കബളിപ്പിക്കുകയായിരുന്നു. അവളെ കബളിപ്പിച്ചതിന് ശേഷം റിയയെ കൊണ്ട് തന്നെ കാതറിനെ കൊല്ലിച്ചു. ചതി മനസ്സിലായ റിയ പറയണം, അപ്പൊ ബ്രിയാൻ നീയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിലല്ലേ, ഇൻഫെക്ഷൻ ആയത് നിനക്കാണല്ലേ. ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്ന ബ്രിയാൻ പറയാണ്, നിനക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല അല്ലേ, എല്ലാം ഓർമ്മ വരും, ഞാൻ നിനക്ക് ഓർമ്മ വരുത്തിച്ചു തരാം. ഇതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന ബ്രിയാൻ അവളുടെ നെറ്റിയിൽ ആ ഒരു മുറിയിൽ കൈവെക്കാണ്. ആ സമയത്ത് അവന്റെ വിരൽ അവളുടെ തലയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ചില കാര്യങ്ങൾ റിയയ്ക്ക് ഓർമ്മ വരികയാണ്. അതായത് റിയ പ്രണയിച്ചിരുന്ന കെവിനും അതുപോലെ തന്നെ ഇവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഏഡനും കൂടിയിട്ട് ഇവരുടെ ആ ഒരു സ്റ്റേഷൻ പരിശോധിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു കാര്യം കാണുകയാണ്. അതായത് പുഴുക്കളെ പോലെ തോന്നുന്ന ചില വ്യത്യസ്തമായ ജീവികൾ ഇവരുടെ ആ ഒരു പൈപ്പ് ലൈനിന്റെ ഉള്ളിലൂടെ എങ്ങോട്ടൊക്കെയോ ഇഴഞ്ഞു പോവുകയാണ്. അത് കണ്ട സമയത്ത് അതെന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഇത് ഈ ഒരു സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷം ഇവരുടെ എല്ലാ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനും പ്രശ്നങ്ങൾ വരികയാണ്. താഴെ നിന്ന് മുകളിലേക്കോ മുകളിൽ നിന്ന് ഒരു സിഗ്നൽ ഇങ്ങോട്ടേക്കോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് മുകളിലെ സ്പേസ്ഷിപ്പിൽ നിന്നും ബ്രിയാൻ താഴേക്ക് ഇറങ്ങി വന്നു. ഇതേ നേരം തന്നെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരും അവരുടെ ഒരു സ്റ്റേഷൻ പരിശോധിക്കുമ്പോൾ ഏതൊരു മെഷീൻ തുറന്നാലും അതിന്റെ ഉള്ളിലേക്ക് വ്യത്യസ്തമായി ഈ ജീവികൾ വന്ന് അവിടെ മുട്ടയിട്ട് വെച്ചിരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ നിന്നും ചെറിയ ചെറിയ പുഴുക്കളും പുറത്തേക്ക് വരുന്നുണ്ട്. ആർക്കും മനസ്സിലാവുന്നില്ല ഇതെന്താണെന്ന്. ആദ്യമൊക്കെ ഇവർ വിചാരിച്ചു അത്ര കാര്യമാക്കേണ്ട ഒരു സംഭവമല്ല ഇത് ഈ ഒരു പ്ലാനറ്റിലെ വെറും ഫംഗസോ അല്ലെങ്കിൽ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്നാണ്. എന്നാൽ ബ്രിയാനും കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യാണ്. പിന്നീട് ഇവർക്ക് മനസ്സിലായി ഇവിടെ ഇനി അധിക നേരം നിൽക്കണ്ട, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അതായത് കെവിനും ഈ കാര്യം തന്നെ പറയുന്നത്, ഇവർക്ക് കിട്ടിയ ഈ ഇൻഫർമേഷനുമായിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു പോകാം. എന്നാൽ റിയ അതിന് സമ്മതിക്കുന്നില്ല. നമുക്കും ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അപ്പൊ അത് പൂർത്തിയാക്കിയതിനു ശേഷം പോയാൽ പോരെ എന്നവൾ ചോദിക്കുന്നത്. എന്നാൽ ക്യാപ്റ്റനായിട്ടുള്ള ഏഡൻ പറയുന്നത് വേണ്ട വേണ്ട, ഇനി നമ്മൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. സോ ഇനി തിരിച്ചു പോകുന്നതാണ് പ്രോട്ടോകോൾ പ്രകാരം ഏറ്റവും നല്ലത്. എന്തായാലും അധികം സമയമില്ല, എല്ലാവരും തന്നെ വേഗം സാധനങ്ങൾ പാക്ക് ചെയ്തു. ഒരു 12 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം എന്ന് പറയാം. എന്നാൽ ഇതിനോട് വലിയ താല്പര്യം ഇല്ലാതിരുന്ന റിയ വേഗം തന്നെ എന്താ കാണിക്കുന്നതെന്ന് അറിയോ? ഇവിടെ കുറെ പുഴുക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ടല്ലോ, അതിൽ നിന്നും ഒരു സാമ്പിൾ എടുത്ത് അതെന്താണെന്ന് ഈ സമയത്ത് അവൾ പഠിക്കാൻ നോക്കുകയാണ്. ലാബിലെ ചില ടെസ്റ്റുകളൊക്കെ ചെയ്ത് ആ പുഴുക്കളെയും അതിന്റെ ആ ഒരു സെൽസിനെ കുറിച്ചും പഠിക്കുന്ന സമയത്ത് റിയ വല്ലാതെ ഞെട്ടിപ്പോവാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ക്യാപ്റ്റൻ ഏഡൻ വരുന്നുണ്ട്. എന്താ നീ ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ റിയ അത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇവളിപ്പോ ഈ കളക്ട് ചെയ്ത ഈ സാമ്പിൾ ഉണ്ടല്ലോ, ആ സാമ്പിൾ അതിൽ ആ ഒരു ജീവി അത് പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിന്റെ സെൽസ് വളരെയധികം വേഗത്തിൽ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ ഡബിൾ ആയിക്കൊണ്ട് തന്നെ അത് വളരുകയാണ്. മാത്രമല്ല അതിനിട്ട് വെച്ച ആ ഒരു ഗ്ലാസിന്റെ ആ ഒരു ജാറ് പൊട്ടിച്ച് ഇത് പുറത്തേക്ക് വരുന്നുണ്ട്. കണ്ടാൽ നീരാളിയെ പോലെ തോന്നുന്ന ആ സാധനം പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ഏഡന്റെ ദേഹത്തേക്ക് ചാടി വീണ് അയാളുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതോടുകൂടിയിട്ട് ക്യാപ്റ്റന്റെ കൺട്രോൾ നഷ്ടമാകുകയാണ്. അയാളുടെ ഉള്ളിലേക്ക് കയറിയ ആ ജീവിയാണ് പിന്നീട് ഏഡനെ നിയന്ത്രിക്കുന്നത്. ഒരു സോംബിയെ പോലായി മാറിയ ഏഡൻ ഇപ്പോൾ റിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് കെവിനും അതുപോലെ തന്നെ കാതറിൻ ക്ലാർക്കും വരുന്നത്. കാതറിൻ ഇത് കണ്ടപാടിനെ പേടിച്ചോടുന്നുണ്ട്. ഇപ്പൊ കെവിൻ വന്നിട്ട് റിയെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. ഇതേ സമയത്തിന് റിയ കയ്യിൽ കിട്ടിയ കത്രിക ഉപയോഗിച്ച് പല തവണ ഈഡനെ കുത്തുന്നുണ്ട്. ഈഡൻ ഇപ്പോ അവളെ എടുത്തെറിയാണ്. പിന്നീട് ഈഡൻ ഇപ്പോ കെവിനെ പോയി പിടിക്കുകയാണ് കേട്ടോ. കെവിനാണെങ്കിൽ ഈഡനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അവന്റെ ശരീരം കൺട്രോൾ ചെയ്യുന്നത് അവനെയല്ല. ഇപ്പൊ റിയ ഒരു കത്തി എടുത്ത് കെവിന് കൊടുക്കുകയാണ്. കെവിൻ ആ കത്തി ഉപയോഗിച്ച് ഈഡന്റെ കഴുത്തറുത്ത് കൊന്നു കളയുന്നുണ്ട്. എന്നാൽ അവൻ മരിച്ച ഉടനെ തന്നെ അവന്റെ ഉള്ളിൽ നിന്നും ആ പുഴു നേരെ ഇറങ്ങി വന്ന് കയറുന്നത് കെവിന്റെ ഉള്ളിലേക്കാണ്. പിന്നീട് ഈഡൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കെവിൻ ആവുകയാണ്. ഇപ്പൊ കെവിൻ റിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അതായത് അവന്റെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് കയറിയ ആ പുഴുക്കളാണ് പിന്നീട് ഫുള്ളായിട്ടും അവനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് വന്ന് റിയെ രക്ഷപ്പെടുത്തുന്നത് സ്പേസ് സ്യൂട്ടൊക്കെ ഇട്ടിട്ടുള്ള കാതറിനാണ്. എന്നാൽ കാതറിന്റെ ആ ഒരു ഹെൽമെറ്റ് തന്നെ കെവിൻ അടിച്ച് പൊളിച്ചു കളയാണ്. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് വന്ന ബ്രിയാനെയും കെവിൻ കൊന്നു കളയുന്നുണ്ട്. ഈ ഒരു സമയം നോക്കി റിയ വേഗം തന്നെ മറ്റൊരു ഹെൽമെറ്റ് എടുത്ത് കാതറിന് കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് രക്ഷപ്പെട്ട് പോകാൻ പറയണം.
വരികയാണ്. അപ്പോഴേക്കും ഈ കെവിൻ രക്തത്തിൽ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ് കേട്ടോ, അതും ഭീകരമായ രീതിയിൽ. ഇതേ സമയത്ത് തന്നെ റിയയ്ക്ക് മനസ്സിലായി അവനെ കൊല്ലുകയല്ലാതെ ഇനി വേറൊരു രക്ഷയില്ല. കയ്യിൽ കത്തിയുമായിട്ട് അവൾ പൊളിച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നീട് റിയ നോക്കുന്ന സമയത്ത് കെവിൻ നേരത്തെ പോലെ വയലന്റ് ഒന്നുമല്ല, വളരെ നോർമലായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് റിയ വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ അവന്റെ ഉള്ളിൽ ആ ഒരു പുഴു പോയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് റിയ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട് കേട്ടോ, അത് പിറകിൽ മറച്ചു പിടിച്ചിട്ടാണ് കെവിന്റെ അടുത്തേക്ക് അവൾ ചെല്ലുന്നത്. പിന്നീട് കെവിന്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നുണ്ട്. നോർമലായിട്ട് തന്നെ അവൻ സംസാരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ. അതായത് റിയക്ക് മനസ്സിലായി ആ പുഴു അവനെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണ്. അതിപ്പോഴും അവന്റെ ഉള്ളിൽ തന്നെയുണ്ട്. റിയ ഒന്നും നോക്കിയില്ല, അവന്റെ വയറ്റിനിട്ട് ആ കത്തി വെച്ച് കുത്തുകയാണ്. കെവിൻ വീണ്ടും അവന്റെ ആ ഒരു തനി സ്വഭാവത്തിലേക്ക് വരികയാണ്. അതായത് ആ ജീവി ഉള്ളിലുള്ളപ്പോൾ എങ്ങനെയാണോ പെരുമാറുക അതുപോലെ ഇപ്പൊ അവന്റെ ആ ഒരു ചെവിയിൽ നിന്നും ഈ ജീവി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നേരെ റിയയുടെ മേത്തേക്ക് ചാടി പിടിക്കുകയാണ്. എന്നിട്ട് അവളുടെ നെറ്റിയിലുണ്ടായിരുന്ന ആ മുറി ഉണ്ടല്ലോ, ആ മുറിയിലൂടെ ഈ ജീവി അവളുടെ തലച്ചോറിലേക്ക് കയറുന്നുണ്ട്. അതായത് പൂർണ്ണമായിട്ടും ഇനി റിയയെ ഈ ഒരു ജീവി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നാൽ അത് മനസ്സിലായ റിയ വിചാരിക്കുകയാണ് അതിന് കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ എന്റെ ശരീരം വിട്ടുകൊടുക്കില്ല, അതിനു മുന്നേ തന്നെ മരിക്കണം എന്ന് കരുതിയിട്ട് അവിടെ കണ്ട എന്തൊക്കെയോ ചില കെമിക്കൽസ് അവളെടുത്ത് കഴിക്കുന്നുണ്ട്. നല്ല ഉഗ്രവിഷമുള്ള കെമിക്കലായിരുന്നു അത്, പൊട്ടാസ്യം സയനൈഡ് തന്നെ. സ്വയം മരിക്കാൻ വേണ്ടി അവൾ ചെയ്ത ഈ കാര്യം കൊണ്ട് തന്നെ അവളുടെ ഉള്ളിലേക്ക് കയറിയ ആ ഒരു പുഴു ഉണ്ടല്ലോ, അതിന് പൂർണ്ണമായിട്ടും അവളുടെ തലച്ചോറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ റിയ മരിക്കുന്നുമില്ല, രണ്ടിന്റെയും ഒരു ഇടയിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതായത് ബാക്കിയുള്ളവരുടെ ദേഹത്തേക്ക് ഈ പുഴു കയറിയ സമയത്ത് പൂർണ്ണമായിട്ടും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ റിയയുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടും ഈ ജീവികൾക്ക് ഈ വിഷം ഉള്ളിലുള്ളത് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് റിയയ്ക്ക് അവളുടെ കോൺഷ്യസ്നെസിന്റെ ഒരു പകുതിയും അതുപോലെ തന്നെ അവളുടെ ഉള്ളിലേക്ക് കയറിയ ആ ജീവികളുടെ കോൺഷ്യസ്നെസിന്റെ ഒരു പകുതിയും ചേർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല അവളുടെ തലച്ചോറിൽ നിന്നും ആ ജീവികൾ അവളോട് സംസാരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞെട്ടിക്കുന്ന ആ രഹസ്യം റിയ മനസ്സിലാക്കുന്നത്. അവർ തേടി വന്ന ആ ഒരു ഏലിയൻ സ്പീഷ്യസ് ശരിക്കും ഈ ജീവികളാണ്. നമ്മുടെ ഈ ഒരു ലോകം ഒരുപാട് വിശാലമായിട്ട് കിടക്കുകയാണ്. അതിലൊരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ നമ്മൾക്ക് നമ്മളുടേതായ ചില പ്രത്യേകതകളുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ ആവണം ബാക്കിയുള്ള ഗ്രഹത്തിലെ ജീവികൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇവർ വന്നിരിക്കുന്ന ഈ പ്ലാനറ്റിലെ ഈ ജീവികളാണ് അവിടെ ഇന്റലിജൻസ് ആയിട്ടുള്ള ആ ഒരു സ്പീഷീസ്. അവരാണ് ആ ഒരു കിണറുകൾ ഉണ്ടാക്കിയതും അതിൽ ആ ഒരു ടെക്നോളജികൾ ഉണ്ടാക്കിയതും. എന്നാൽ എന്തിനാണ് ഈ ജീവികൾ ഇവിടേക്ക് എത്തിയ മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്നത്? അത് റിയയുടെ മൈൻഡിലൂടെ ആ ജീവികൾ റിയയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇത് ഞങ്ങളുടെ ഗ്രഹമാണ്, ഞങ്ങളുടെ വാസസ്ഥലം. അതുപോലെ തന്നെ നിന്റെ മെമ്മറി പൂർണ്ണമായിട്ട് ഞാൻ പരിശോധിച്ചു, നിന്റെ എല്ലാ ഓർമ്മകളിലൂടെയും ഞാൻ കടന്നുപോയി. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഗ്രഹം അത് ഭൂമിയാണ്. ആ ഭൂമിയെ നശിപ്പിച്ചില്ലാതാക്കിയതിനു ശേഷം നിങ്ങൾ മറ്റൊരു ഗ്രഹം തേടി ഇങ്ങോട്ടേക്ക് വന്നതല്ലേ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഗ്രഹം കൂടെ നശിപ്പിച്ചാൽ തൃപ്തിയാകുമോ? പക്ഷേ ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഇത് ഞങ്ങളുടെ അതിജീവനമാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു മനുഷ്യനെ പോലും ഞങ്ങൾ വെറുതെ വിടില്ല, ഇല്ലാതാക്കിയിരിക്കും. നിന്നെ പോലെ ഒരു മനുഷ്യന്റെ മൈൻഡിലേക്ക് ഞങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഡാറ്റയും ഞങ്ങൾക്ക് എടുക്കാൻ കഴിയും. നിങ്ങളുടെ വംശത്തെ തന്നെ, നിങ്ങളുടെ പ്ലാനറ്റിനെ തന്നെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ കഴിയും. അത്രത്തോളം നിങ്ങളെക്കാൾ അഡ്വാൻസ് ആണ് ഞങ്ങൾ എന്ന ആ ജീവി ഇപ്പോൾ റിയയുടെ മൈൻഡിൽ വെച്ച് അവളോട് സംസാരിക്കുകയാണ്. ഇത് വലിയൊരു ആപത്താണെന്ന് മനസ്സിലാക്കിയ റിയ പറയാണ്, നീയൊന്നും ചെയ്യാൻ പോകുന്നില്ലടാ. ഇതും പറഞ്ഞ് റിയ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ ഒരു സ്റ്റിക്കർ അവളുടെ കഴുത്തിൽ നിന്നും പറിച്ചെടുത്ത് കളയാണ്. അതായത് ഒരു പരിധി വരെ ആ ജീവിക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് അവളുടെ കഴുത്തിൽ ഒട്ടിച്ചു വെച്ച ആ ഒരു സ്റ്റിക്കർ ഉള്ളത് കൊണ്ടാണ്. ശരിക്കും ആ സ്റ്റിക്കർ അവളുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് ഉപകാരമുള്ളത് ആ ഒരു ഏലിയനാണ്. അതുകൊണ്ടാണ് അവളുടെ മൈൻഡിൽ പിന്നെയും ഈ ഏലിയൻ വന്ന് പറഞ്ഞത് ആ സ്റ്റിക്കർ ഒട്ടിക്കുക എന്ന്. അങ്ങനെയാണ് ആ ഒരു സ്റ്റിക്കർ എടുത്ത് അവൾ കഴുത്തിൽ ഒട്ടിച്ചത്. എന്തായാലും അതിപ്പോ പറിച്ചു കളഞ്ഞു. ഇതിനുശേഷം റിയ നേരെ പോകുന്നത് ആ ഒരു മെഡിക്കൽ ബോക്സ് ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്കാണ്. റിയ ഒന്നുകൂടെ അവളുടെ ശരീരം സ്കാൻ ചെയ്യാനായിട്ട് ആ ഒരു മെഷീനിലേക്ക് കിടക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും അവളുടെ ശരീരം ഇപ്പൊ ആ ഒരു മെഷീൻ സ്കാൻ ചെയ്യാണ്. അങ്ങനെ റിപ്പോർട്ട് വന്നു. ഈ സമയത്ത് ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഒരു ഏലിയൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ അത് ബാധിച്ചിരിക്കുന്നത് അവളുടെ തലയുടെ ഉള്ളിലാണ് ഇപ്പൊ ആ ഒരു ഏലിയൻ ഇരിക്കുന്നത്. എന്തായാലും ആ സത്യം അവളിപ്പോ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല നിങ്ങൾക്കിപ്പോ ഒരു സംശയം തോന്നുന്നുണ്ടാവും. അതായത് സിനിമയുടെ ആരംഭത്തിൽ ബോധം പോയ റിയ അവൾ എഴുന്നേൽക്കുന്ന സമയത്ത് അവളെ സഹായിക്കാനായിട്ട് ബ്രിയാൻ മുകളിൽ നിന്നും താഴേക്ക് വന്നല്ലോ. എന്നാൽ കുറച്ചു നേരം മുന്നേ ബ്രിയാനെ ഈ ഒരു ഇൻഫെക്ഷൻ കാരണം ഭ്രാന്തനായ കെവിൻ കൊല്ലുന്ന ഒരു സീനും നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ് മാച്ച് ആവുക? ഇവിടെയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. സിനിമയുടെ ആദ്യം മുതൽ നമ്മൾ കണ്ട കാര്യം അതെല്ലാം വെറും കള്ളമായിരുന്നു. റിയ അവളുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവളുടെ തലച്ചോറിൽ കയറിക്കൂടിയ ആ ഒരു ഏലിയൻ അവളുടെ മൈൻഡിനോട് പറഞ്ഞു കൊടുത്ത കള്ളങ്ങളായിരുന്നു അത്. ശരിക്കും ബ്രിയാൻ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ബ്രിയാൻ നേരത്തെ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാത്രമല്ല ക്യാദറിനുമായിട്ടുണ്ടായ ഫൈറ്റിൽ റിയ ക്യാദറിനെ കൊന്നു കളഞ്ഞില്ലേ. എന്തായാലും അവൾക്ക് ഇൻഫെക്ഷൻ ഇല്ലാന്ന് മനസ്സിലായിട്ട് പിന്നീട് ഈ ക്യാദറിന്റെ ഡെഡ് ബോഡി എടുത്ത് നേരെ
ആ ഒരു ലിഫ്റ്റിലേക്ക് പോയപ്പോൾ അവിടെ മുഴുവൻ പൊളിഞ്ഞു കിടക്കുന്നത് റിയ കണ്ടല്ലോ. അപ്പൊ അതിലൂടെ ഇനി പോകാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് റിയ തിരിച്ചും വീണ്ടും ഈ സ്റ്റേഷനിലേക്ക് തന്നെ വന്നില്ലേ. അതും വെറും കള്ളമായിരുന്നു. അവളുടെ മൈൻഡിനോട് ആ ഏലിയൻ പറഞ്ഞു കൊടുത്ത കള്ളം അതൊന്നും റിയൽ അല്ല. എന്തായാലും ഈ സത്യങ്ങളൊക്കെ ഇവിടെ വെച്ച് റിയ മനസ്സിലാക്കുകയാണ്. അതേസമയം തന്നെ ആ ഒരു മിഷൻ ചോദിക്കുന്നുണ്ട്, ഒരു സർജറിയിലൂടെ നിന്റെ ഉള്ളിൽ ആ ഒരു ഏലിയൻ സ്പീഷീസിനെ പുറത്തേക്ക് ഞങ്ങൾ എടുക്കട്ടെ എന്ന്. അതിനുള്ള പെർമിഷൻ റിയ ഇപ്പൊ കൊടുക്കുകയാണ്. അപ്പൊ തന്നെ ആ ഒരു മിഷൻ അവളുടെ ഉള്ളിൽ ചില സർജറികൾ ചെയ്യുന്നുണ്ട്. അവസാനം അവളുടെ തലച്ചോറിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ഏലിയൻ സ്പീഷീസിനെ ഈ മിഷൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് എത്തിയ പാട് തന്നെ ആ സാധനം ഭയങ്കര അഗ്രസീവായിട്ട് എന്തെല്ലോ കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്തായാലും അതിന്റെ കയ്യിൽ നിന്നും റിയ ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പുറത്തേക്ക് വന്ന ഈ ഏലിയൻ നേരെ ചെന്ന് കയറുന്നത് നേരത്തെ തന്നെ മരിച്ചു കിടക്കുന്ന ബ്രിയാന്റെ ഉള്ളിലേക്കാണ്. അതായത് ഒരു ശവത്തിന്റെ ഉള്ളിലേക്കാണ് ഈ ഏലിയൻ ഇപ്പൊ കയറുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശരീരത്തിനെ വളരെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഏലിയന് കഴിയും. ആ ഏലിയൻ വിചാരിക്കുന്നത് പോലെ തന്നെ അതിന്റെ ശരീരം മാറ്റാനും കഴിയും. എന്തായാലും ഇപ്പോ മരിച്ചുപോയ ബ്രിയാന്റെ ശരീരം കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ ഏലിയൻ ഇപ്പൊ റിയ ആക്രമിക്കുകയാണ്. അതിന്റെ ദേഹത്തു നിന്നൊക്കെ വളരെ നീളമുള്ള നീരാളിയുടെ ടെന്റിക്കിൾസ് ഉണ്ടല്ലോ, അതുപോലെയുള്ള കൈകൾ വന്ന് റിയ ആക്രമിക്കുകയാണ് കേട്ടോ. ഒരു പരിധി വരെയൊക്കെ റിയയ്ക്ക് അതിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അവൾ അവിടെ നിന്ന് ഓടുകയാണ്. ആ സമയത്താണ് അവൾ ഒരു ചെറിയ സിലിണ്ടർ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്ലെയിമറും അവളുടെ കയ്യിൽ കിട്ടി. അത് വെച്ച് അവൾ ഒരു പരിപാടി ഒപ്പിക്കുകയാണ്. അതായത് അവളെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഈ ബ്രിയാൻ അല്ല, അത് ഏലിയനാണ്. അവന്റെ നേരെ ഈ തീ അടിച്ചു വെച്ച് കൊടുക്കുകയാണ്. നല്ല പവറായിട്ടാണ് തീ അടിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇപ്പൊ അതിന്റെ ദേഹത്തേക്ക് ഈ ഒരു തീ കയറുകയാണ്. അവസാനം അത് വെന്ത് ചത്തു പോകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് റിയ വേഗം തന്നെ അവളുടെ സ്പേസ് സ്യൂട്ട് ഇടുകയാണ്, ഹെൽമെറ്റ് ഇടുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് നേരെ ആ ചെറിയ ലിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പോഡ് മുകളിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ആ ചെറിയ വാഹനം, ഒരു കുഞ്ഞു ഷിപ്പ് എന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും അവൾ നേരെ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു കുഴപ്പമില്ല, അതിനൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും ഇതിന് കുഴപ്പമുണ്ട് എന്ന് വരുത്തി തീർത്ത് അവൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അവൾ ഇവിടുന്ന് പോവാതിരിക്കാനായിരുന്നു ഈ ഏലിയന്റെ ഒരു പ്ലാന്. അവളിവിടെ ട്രാപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഏലിയൻസിനെ കുറിച്ച് മനുഷ്യർ മനസ്സിലാക്കിയ കാര്യമൊന്നും അത് ഭൂമിയിലേക്ക് എത്താൻ പാടില്ല, മനുഷ്യർ ഇവിടുന്ന് തിരിച്ചു പോകാൻ പാടില്ല. ഇതായിരുന്നു ഈ ഏലിയൻസിന്റെ പദ്ധതി. എന്നാൽ ഏലിയൻസ് അവർ വിചാരിച്ചതുപോലെ തന്നെ എല്ലാവരെയും കൊല്ലാൻ കഴിഞ്ഞില്ല. 5 പേരെ കൊല്ലാൻ പറ്റിയെങ്കിലും അവസാനം റിയ മാത്രം രക്ഷപ്പെട്ടു പോവാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ശരിക്കും ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്? ഞാൻ ഒറ്റ വാക്കിൽ പറയും, ഈ ഏലിയൻസ് അതിന്റെ ഭാഗത്താണ് ശരി, മനുഷ്യരുടെ ഭാഗത്താണ് തെറ്റ്. കാരണം ഇത് അവരുടെ ഗ്രഹമാണ്. ഇങ്ങോട്ടേക്ക് വന്നതും ഈ ഏലിയൻസിനെ കുറിച്ചുള്ള സീക്രട്ട് ആയിട്ടുള്ള വിവരങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയതും മനുഷ്യരല്ലേ. ശരിക്കും അവയുടെ നിലനിൽപ്പിന് അത് ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് മനുഷ്യരില്ലാതാക്കാനായിട്ട് ഏലിയൻസ് നോക്കിയത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക. നാളെ മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ഓക്കെ, ബൈ.